ബീഹാറിൽ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. മുസഫർ ജില്ലയിൽ മിനാപൂരിലാണ് സംഭവം. മഹാവീരി പതാക ഘോഷയാത്രയ്ക്ക് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ പോലീസ് ഇൻസ്പെക്ടർക്കും സബ് ഇൻസ്പെക്ടർക്കും നിരവധി ഭക്തർക്കും പരിക്കേറ്റു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഒരു വർഗീയ കലാപം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തികച്ചും ആസൂത്രിതമായി തന്നെയല്ലേ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ബീഹാറിൽ ഇത്തരത്തിൽ ഹിന്ദു ഘോഷയാത്രയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത്? രോഹിണി, അപ്രതീക്ഷിതമായാണ് കല്ലേറുണ്ടായെങ്കിലും വളരെ ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഈ മഹാവീരി പതാക ഘോഷയാത്ര എന്നുള്ളത് വടക്കേന്ത്യയിൽ വളരെ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ്. ഈ ഭക്തജനങ്ങൾ വ്രതശുദ്ധിയോടുകൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇന്നലെ ബീഹാറിലെ ഈ മുസഫർ ജില്ലയിലെ മിനാപുരിയിൽ നടന്ന ഈ ഘോഷയാത്രയ്ക്ക് നേരെയാണ് ഘോഷയാത്ര കടന്നു വരുന്ന വഴിയിൽ സമീപത്തെ ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നും നിരന്തരം കല്ലെറിയുകയായിരുന്നു. ഈ കല്ലേറിൽ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർക്കും അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പോലീസുകാർക്ക് പരിക്കുണ്ട്. ഒപ്പം തന്നെ ഘോഷയാത്രയിൽ പങ്കെടുത്ത നിരവധി ഭക്തജനങ്ങൾക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഈ കല്ലെറിഞ്ഞതിന് ശേഷം ഈ അക്രമികൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഓടിക്കേറിയത് സമീപത്തെ മുസ്ലിം പള്ളിയിലേക്കാണ്. ആ മുസ്ലിം പള്ളിയിൽ നിന്നും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസ് നടത്തിയ നീക്കം അവിടെ സംഘടിച്ചെത്തിയ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് തടയുകയായിരുന്നു. ഏതായാലും CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിരോധിത ഇസ്ലാമിക സംഘടനയിൽപ്പെട്ട ചില യുവാക്കൾ ആണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ മേഖലയിൽ അശാന്തി പടർത്തുവാൻ വേണ്ടിയും അതേപോലെ തന്നെ മതവിദ്വേഷം ഉണ്ടാക്കുവാൻ വേണ്ടിയും നിരന്തരം ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് പോലീസും അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സമീപ ദിവസങ്ങളിൽ അതുവഴി കടന്നുപോയ വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഈ മുസഫർപൂർ ജില്ലയിൽ വെച്ച് കല്ലേറുണ്ടായി. ഇത്തരത്തിൽ നിരവധി വർഗീയ സംഘർഷങ്ങൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി അക്രമങ്ങൾക്ക് ഇത്തരം തീവ്ര ഇസ്ലാമിക സംഘടനകൾ പദ്ധതിയിടുന്നു എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം ലഭ്യമാക്കുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇന്നലെ നടന്ന ഈ ഒരു സംഭവത്തിൽ ഈ ഭക്തജനങ്ങൾ സംയമനം പാലിച്ചതിനാൽ തന്നെയാണ് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഒഴിവാക്കിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV കേന്ദ്രീകരിച്ച് പല അക്രമികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിണി, ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.